നമ്മൾ അതിന്റെ ഒരു ക്യാപ്ഷൻ തന്നെ ഫെബ്രുവരി 10 കോഴിക്കോട് ഞെട്ടുന്ന. ഈ ഞെട്ടാനുള്ള എന്താന്നുള്ളത് ആർക്കും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ബിരിയാണി വരെ ഞെട്ടിക്കൽ ബിരിയാണി. അതെ അതെ അതെ. പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത സമയത്ത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മലയാളികളെ കമ്പ്യൂട്ടർ പഠിപ്പിച്ചിട്ടുള്ള ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കിട്ടി. ഒരു സിനിമയിൽ ജഗതി ഒരു പെണ്ണ് കാണാൻ ചടങ്ങിനിടയ്ക്ക് പെൺകുട്ടി ചോദിക്കുന്നത് ഇതുവരെ പഠിച്ചു, 10ാം ക്ലാസ് തോറ്റു, എന്നിട്ട് കമ്പ്യൂട്ടർ പഠിക്കാൻ പോയില്ലേ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് നമ്മൾ MS ഓഫീസ് പഠിക്കുന്നു, ആദ്യം വേർഡ് പഠിക്കുന്നു, പിന്നെ ഫോട്ടോഷോപ്പ് പഠിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ. ഞാനൊക്കെ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ പഠിക്കുന്നത് അങ്ങനെയാണ്. നമസ്കാരം. കേരളത്തിലെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ രംഗത്തെ അവിസ്മരണീയമായൊരു പേരാണ് ജിടെക് സവിശേഷമായൊരു മൈൽ സ്റ്റോണിലേക്ക് കടക്കുകയാണ്. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുമ്പോൾ ശ്രീ മഹ്റൂഫ് മണലൊടി ജിടെക്കിൻ്റെ എല്ലാം നമ്മോടൊപ്പം ഉണ്ട്. സ്വാഗതം. 25 വർഷം പൂർത്തിയാക്കുമ്പോൾ നമ്മൾ 25 കൊല്ലം മുമ്പേക്ക് ചിന്തിച്ചാൽ അന്ന് ഈ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൗതുകമുള്ള ഒരു കാര്യമായിരുന്നു. ഇന്ന് പക്ഷേ കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്ത, കമ്പ്യൂട്ടർ സാക്ഷരത ഉള്ള ആളുകളാണ് കമ്പ്യൂട്ടർ സാക്ഷരത ഇല്ലാത്ത ആളുകളെക്കാൾ കൂടുതൽ. എന്താണ് ഈ 25 വർഷം പൂർത്തിയാകുമ്പോൾ തോന്നുന്നത്? ഭയങ്കര സന്തോഷമുണ്ട്. അതായത് നമ്മൾ 25 വർഷം എത്ര പെട്ടെന്ന് പോയി എന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു മനസ്സിന് തന്നെ ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു സംഭവമാണ്. ഞാൻ 2001 ഫെബ്രുവരി 10 നമ്മൾ കോഴിക്കോട് വെച്ചിട്ട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നുള്ള PJ ജോസഫ് സാറ് ജിടെക് എന്നുള്ള ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം അന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് IT ലോഞ്ച് ഓഫ് ദ മില്ലേനിയം എന്നാണ്. ആ ഒരു ഫുൾ പേജ് അഡ്വർടൈസ്മെന്റ് എല്ലാ പത്രത്തിലും ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ 25th ആനിവേഴ്സറിന്റെ ഇൻവിറ്റേഷനിലും ആ പത്രത്തിന്റെ കട്ടിങ് അതിൽ വെച്ചിട്ടുണ്ട്. അന്ന് ഒറ്റയടിക്ക് എത്ര ഇൻസ്റ്റിറ്റ്യൂട്ടാണ് തുടങ്ങിയത്? നമ്മൾ ഏകദേശം ഒരു 40ഓളം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒറ്റയടിക്ക് ഒരു ദിവസം ആണ് ഇനാഗുറേഷൻ ചെയ്തിട്ടുള്ളത്. കോഴിക്കോടിന്റെ പ്രാന്തപ്രദേശങ്ങളിലെ മെയിൻ ടൗണുകളിലൊക്കെ കൂടെ ചേർന്നിട്ടുള്ള നല്ല ഒരു അടിപൊളി ഉഗ്രൻ ലോഞ്ചിങ് ആയിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ 25 വർഷം കഴിഞ്ഞല്ലോ എന്നുള്ളതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു. പക്ഷെ ഭയങ്കര എന്താ പറയുക, നമുക്ക് ഒരു സന്തോഷം. ഏകദേശം 33 ലക്ഷം ആൾക്കാർക്ക് കമ്പ്യൂട്ടർ എന്താണെന്ന് പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു 2 ആഴ്ച മുമ്പേ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത സമയത്ത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതെനിക്ക് ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നി. മലയാളികളെ കമ്പ്യൂട്ടർ പഠിപ്പിച്ചിട്ടുള്ള ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കിട്ടി. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. 33 ലക്ഷം ആൾക്കാരെ പഠിപ്പിക്കാൻ പറ്റി. ഏകദേശം കോഴിക്കോട് നിന്ന് തുടങ്ങി ഇന്നിപ്പോൾ ഏകദേശം ലോകത്തിന്റെ 23 രാജ്യങ്ങളിൽ ജിടെക്കിന്റെ പ്രസൻസ് ഉണ്ട്. 800ന്റെ മേലെ സ്ഥാപനങ്ങളുണ്ട്. ഒരു വർഷം നമ്മൾ ഏകദേശം ഒരു 1.25 ലക്ഷം മുതൽ 2 ലക്ഷം വരെ കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട്. നല്ല ജോലി കിട്ടുന്നുണ്ട്. വളരെ സന്തോഷം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ 25 വർഷം പോയത് സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല. ഇപ്പോ റീലോഞ്ച് ചെയ്യാണല്ലോ. അതെ, റീബ്രാൻഡ് ചെയ്യാണ്, ലോഗോ ഒക്കെ മാറ്റാണ്. അതെ. എന്താ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോ ഒരുപാട് വർഷങ്ങളായില്ലേ. 25 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം നമ്മൾ ആ ഒരു ജോലി ചെയ്യുന്ന ഏറ്റവും പീക്ക് ടൈമാണ്. അപ്പൊ ഇനി ഒരു അടുത്ത ഒരു തലമുറയൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. ബേസിക്കലി മൈ സൺ ഈസ് അവന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ആണ് ഇതിലൂടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പുതിയ ലോഗോ, ഈ റീബ്രാൻഡ് ചെയ്തിട്ടുള്ള ലോഗോ ഒക്കെ അവൻ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി അടുത്തൊരു 25 ഇയേഴ്സ് അവന്റെ ഒരു ക്യാപ്റ്റൻസിയും കൂടി ഇതിലേക്ക് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അത്യാവശ്യം ഈ ഒരു സിൽവർ ജൂബിലി അവനക്കുള്ള ഒരു എൻട്രി പ്ലസ് ഒരു ന്യൂ ഫേസ് ഓഫ് ജിടെക്. കാരണം കാലം മാറുകയല്ലേ. ആ മാറ്റത്തിനനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളിലും എല്ലാം എവറിത്തിങ് റൈറ്റ് ഫ്രം നമ്മളെ A to Z എന്ന് പറയില്ലേ, ഈ A to Z നമ്മളെ ജിടെക്കിന്റെ സിസ്റ്റം മൊത്തം തന്നെ മാറുകയാണ്. നമ്മളുടെ റൈറ്റ് ഫ്രം നമ്മളെ ERP എല്ലാം നമ്മൾ ഈ കുട്ടികളുടെ ഒക്കെ മാനേജ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഈ 1.5 ലക്ഷം ഒരു വർഷം പഠിക്കുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ എടുത്ത് അവരുടെ ഫീസ് കളക്ട് ചെയ്ത് അവർക്ക് എക്സാം നടത്തി സർട്ടിഫൈ ചെയ്യുന്ന വലിയൊരു പ്രോസസ്സ് ഉണ്ട്. ഈ എൻറ്റയർ പ്രോസസ്സ് തന്നെ മാറുകയാണ്. നമ്മളെ ERP തന്നെ പുതിയൊരു രൂപത്തിലേക്ക് വരികയാണ്. എല്ലാ കുട്ടികൾക്കും ഒരു മൊബൈൽ ഒരു ആപ്പ് ഉണ്ടാവും. അവർക്ക് ആ ജോബ് അലേർട്ട് ആ ആപ്പിലേക്ക് വരും. എല്ലാം ടോട്ടലി ഒരു മൊത്തത്തിലുള്ള മാറ്റാണ്. ഞാൻ ആലോചിക്കുകയാണ്, 2001 ജിടെക് സ്റ്റാർട്ട് ചെയ്ത വർഷമാണ് ഞാൻ SSLC പാസ്സാവുന്നത്. ആ കാലത്തൊക്കെ 10ാം ക്ലാസ്സിൽ അവസാനത്തെ പാഠം മാത്തമാറ്റിക്സിന്റെ കമ്പ്യൂട്ടിംഗ് എന്നുള്ള പാഠമാണ്. അന്ന് അധ്യാപകർ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ കൊണ്ടുവന്ന് ഇതാണ് കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മളിങ്ങനെ വളരെ കൗതുകത്തോടെ ഇത് മൗസാണ്, ഇത് കീബോർഡാണ്, ഇത് CPU ആണ് എന്നൊക്കെ. ആ കാലഘട്ടത്തിൽ നിന്ന് 25 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ നമ്മുടെ പോക്കറ്റിലാണ്, മൊബൈൽ ഫോൺ കമ്പ്യൂട്ടറായി മാറിക്കഴിഞ്ഞു. ഈ കാലഘട്ടത്തിനിടയിൽ ഈ ചേഞ്ചിനെ എങ്ങനെയാണ് കാണുന്നത്?
ഞാനെന്താ പറയുക, ഞാൻ എപ്പോഴും സത്യം പറയണമെങ്കിൽ ജിടെക് 25 വർഷമായിട്ടുണ്ടെങ്കിലും കൂടെ ഞാനൊരു ഇൻഡസ്ട്രിയിലേക്ക്, ഞാൻ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട് 31 വർഷമായി. അതിന് മുന്നേ എനിക്ക് എൻ്റെതായിട്ടുള്ള ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടായിരുന്നു. കോഴിക്കോട് തുടങ്ങി, പിന്നെ മഞ്ചേരി, പെരിന്തൽമണ്ണ, തിരൂർ, വടകര, അങ്ങനെ തുടങ്ങി ഈ 5 ആയതിനു ശേഷമാണ് ഞാൻ ജിടെക് എന്നുള്ള ഒരു ബ്രാൻഡിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അഭിലാഷ് ചിലപ്പം അതിനും 10ാം ക്ലാസ് എന്നല്ലേ പറഞ്ഞത്, അപ്പൊ അതിന്റെ ഒരു 6 വർഷം മുന്നേ തുടങ്ങിയിട്ടുണ്ട്. 5ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതെ അതെ അല്ല, ആ കാലത്ത് കമ്പ്യൂട്ടർ പഠിക്കാന്ന് പറയുമ്പോൾ ഒരു സവിശേഷമായ ഒരു സാഹചര്യമാണ്. അത് വലിയ കൗതുകമാണ്. ഞാൻ ഓർക്കുന്ന ഒരു സിനിമയിൽ ജഗതി ഒരു പെണ്ണ് കാണൽ ചടങ്ങിനിടയ്ക്ക് പെൺകുട്ടി ചോദിക്കുന്നത് ഇതുവരെ പഠിച്ചു, 10ാം ക്ലാസ് തോറ്റു, എന്നിട്ട് കമ്പ്യൂട്ടർ പഠിക്കാൻ പോയില്ലേ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് നമ്മൾ MS ഓഫീസ് പഠിക്കുന്നു, ആദ്യം വേർഡ് പഠിക്കുന്നു, പിന്നെ ഫോട്ടോഷോപ്പ് പഠിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ. ഞാനൊക്കെ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ പഠിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇന്ന് കാലം മാറി, ഇപ്പോൾ റോബോട്ടിക്സിന്റെ AI ഒക്കെ കാലമാണ്. അപ്പൊ എത്രമാത്രം ഈ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം മാറിയിട്ടുണ്ട്? അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു മാറ്റം വരുന്ന ഒരു നാടാണ് നമ്മളെ കേരളം. നല്ല പ്രബുദ്ധരായിട്ടുള്ള, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരുള്ളതാണ്. ഇപ്പം ഇഫ് യു ലുക്ക് അറ്റ് എനി കോർപ്പറേറ്റ് കമ്പനീസ് ഇൻ ദ വേൾഡ്, ഇപ്പം ഞാൻ ഇന്നലെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വാസ് ഇൻ ചെന്നൈയിൽ യു മൈറ്റ് ബി നോയിങ് അബൌട്ട് സോഹോ, നമ്മളെ വെമ്പു സാറിന്റെ വലിയ ഇനിഷ്യേറ്റീവ്. അപ്പോൾ അവർ ദേ ആർ ലോഞ്ചിങ് ഒരു സോഹോ ERP എന്ന് പറയുന്ന ഒരു വലിയ ഒരു സാധനം ലോഞ്ചിങ്ങിന് വേണ്ടി പോയതാണ്. അപ്പോൾ അവർക്ക് ഓൾമോസ്റ്റ് ഒരു 18,000 സ്റ്റാഫ് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇതിൽ 2000 പേര് മലയാളികളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു മലയാളി പ്രസൻസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി IT എല്ലാ സ്ഥലത്തും ഉണ്ട്. അതും ഇന്ത്യൻസും വളരെ, ഇപ്പോൾ നമ്മൾ ലോകത്തിലെ ഒരുവിധം എല്ലാ MNCs എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ടോപ്പ് പൊസിഷനിലുള്ളത് നമ്മളെ ഇന്ത്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്നോളജി രംഗത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ഒരു വെയിറ്റേജ് ഉണ്ട്. ഇപ്പം നമ്മൾ തന്നെ വെൻ വി സ്റ്റാർട്ടഡ് ഇന്റർനാഷണൽ സെൻറ്റേഴ്സ്, ഇപ്പോൾ നമ്മൾ ഈജിപ്ത്, കെനിയ, അല്ലെങ്കിൽ സിംബാബ്വെ, മലാവി, ഇവിടെയൊക്കെ ജിടെക് ഉണ്ട്. ഇതൊക്കെ തുടങ്ങാൻ വേണ്ടി പോണ സമയത്ത് ഇന്ത്യൻ ആണ്, ആ ടെക്നോളജിയാണ് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇംപ്രഷനാണ്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ഫ്രം ദ ഡേ വൺ മൈ ബേസ് വാസ് ഇൻ ടു ദ അക്കാഡമിക് സൈഡ്. അത് ഏറ്റവും നല്ല കോഴ്സുകൾ കുട്ടികൾക്ക് കൊടുക്കുക, അവരത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അവർക്കൊരു ജോലി കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ അന്ന് മുതലുള്ള ഒരു പ്ലാന്. സോ മൈ അക്കാഡമിക് സൈഡ്, മൈ ടെക്നിക്കൽ സൈഡ് വാസ് വെരി വെരി സ്ട്രോങ്. നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം എൻ്റെ അടുത്തുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മളെ സ്ട്രെങ്ത് എന്ന് പറയുന്നതെങ്കിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സ്. ഇപ്പൊ നമ്മള് ഞാൻ അഭിലാഷ് പറഞ്ഞല്ലോ, സ്കൂൾ പഠിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ വരുന്ന ഒരു സമയമായിരുന്നു. ഇനി അടുത്തൊരു 25 years വെച്ചിട്ട് ഒരു വേറെ ലെവലാ. ബേസിക്കലി AI-ന്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇന്ത്യയിൽ ആദ്യത്തെ AI ഏജന്റിക് പ്ലാറ്റ്ഫോം ഓൾറെഡി നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കാലത്തിന് മുന്നേ നമ്മൾ ഓടുമ്പോൾ മാത്രമേ നമുക്ക് ടെക്നോളജിന്റെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പൊ ജെൻ ആൽഫ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ഗെയിമിങ്, കോഡിംഗ് ഒക്കെ അവർ ഓൾറെഡി ജനിച്ചു വീഴുന്നത് അതിലേക്കാണ്. പഴയ MS ഓഫീസ് പഠിപ്പിച്ച കുട്ടികളെ അല്ല ഇനി ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിസൈൻ ചെയ്യുന്നത്, കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇന്റർനാഷണൽ സെന്റേഴ്സ് ഉണ്ടല്ലോ. കാരണം ജിടെക് ബീങ് എൻ MNC, കാരണം നമുക്കിപ്പോൾ ഈവൻ സിംഗപ്പൂർ ആവട്ടെ, ഈവൻ UAE ആവട്ടെ, എല്ലാ സ്ഥലത്തും നമ്മളെ. അപ്പോൾ എന്താ വെച്ചാൽ ഏറ്റവും പുതിയത് ഇറങ്ങുന്നത് ഈ കൺട്രീസിലൊക്കെയാണ്. അപ്പോൾ ഏറ്റവും പുതിയത് എന്താ ആവശ്യം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് വരും. ഇപ്പോൾ ചില സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ട് ഒരു പ്രത്യേക സോഫ്റ്റ്വെയറിന്റെ പേര് നമ്മൾ തന്നെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു പേര് ഒരാൾ വന്നു കഴിഞ്ഞാൽ തന്നെ ആ ഡേ മുതൽ ആ പുതിയ സോഫ്റ്റ്വെയറിന്റെ മുകളിലുള്ള പണി നമ്മളെ R&D ടീം തുടങ്ങും. അത് ആ കോഴ്സ് എന്താണെന്നുള്ളത് അറിഞ്ഞ് അതിനെപ്പറ്റി പഠിച്ച് അതിന് കരിക്കുലം ഉണ്ടാക്കി, കോഴ്സ് മെറ്റീരിയൽ ഉണ്ടാക്കി, അക്കാഡമിക് എല്ലാ സാധനങ്ങളും അതിൻ്റെ, അങ്ങനെ ഓരോ പുതിയ കോഴ്സുകളും നമുക്ക് എല്ലാ മാസവും പുതിയ കോഴ്സുകൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം ടെക്നോളജി എവറി ഡേ ഇറ്റ് ഈസ് ചേഞ്ചിങ്, ഡിമാൻഡ് അനുസരിച്ച്. പിന്നെ എല്ലാ ദിവസവും ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ഒന്നും വേണ്ട, ഇപ്പോൾ നമ്മളെ മൊബൈൽ ആപ്പിൽ മില്യൺസ് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ആരത് ഉപയോഗിക്കുന്നത്? ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്മാർട്ട് ഫോണാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഫോൺ ചെയ്യാനാണ് കൂടുതൽ ഉപയോഗിക്കുക. പിന്നെ മാക്സിമം ഒരു വാട്സപ്പ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് ഉപയോഗിക്കും. ഇങ്ങനെയുള്ള വളരെ ചെറിയ ഒരു വേർഷൻ ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കും. പക്ഷേ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആപ്ലിക്കേഷൻസ് ഈ നമ്മളെ മൊബൈലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഓരോ തരത്തിലുള്ള ജോലികൾ ചെയ്യാനുള്ള ആപ്പാണ്. അതാണ് ടെക്നോളജിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ നെവർ എൻഡിങ് സ്റ്റോറി. അപ്പം നമുക്കൊരു ഓഫ് സീസൺ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമൊന്നും ഇല്ല. നമുക്ക് ജിടെക്കിനെ സംബന്ധിച്ചോളം ടെക്നോളജി എഡ്യൂക്കേഷനിൽ ഓഫ് സീസൺ ഇല്ല. ഇപ്പോൾ സ്കൂളാണെന്നുണ്ടെങ്കിൽ 2 മാസം വെക്കേഷൻ ഉണ്ടാവും, കോളേജ് ആണെങ്കിലും 2 മാസം വെക്കേഷൻ ഉണ്ടാവും. നമുക്ക് വെക്കേഷൻ ഇല്ല.
365 ഡേയ്സും നമ്മളെ സംബന്ധിച്ചോളം കുട്ടികൾ വന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും ഈ പുതിയ ജിടെക് ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണ്? ഇപ്പോൾ സ്റ്റുഡൻസ് ഉണ്ട്, ആ. അതല്ലാതെ പ്രൊഫഷണൽസ് ഉണ്ട്. ആ. ഇനി ഈവൻ റിട്ടയർ ചെയ്ത ആളുകൾക്കും പുതിയ ടെക്നോളജി പഠിക്കാനുള്ള നിർബന്ധമായിട്ടും താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. കാരണം നമുക്കറിയാം ഇപ്പൊ ഈ സൈബർ സെക്യൂരിറ്റി ഒരു ഭയങ്കര ഒരു ഫാക്ടാണ്. ഒരുപാട് കുട്ടികൾ വെർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് നിന്ന് പൈസ ഒക്കെ തട്ടുന്ന പല പരിപാടികളും. ഇപ്പൊ ഈ ജനുവരി 2026 ജനുവരി 1 ഞാൻ ഇനീഷ്യേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഡിജിറ്റൽ AI കണക്ട്. അതൊരു 40 വയസ്സിന്റെ മേലെ ഉള്ള ആൾക്കാർക്ക് ഇപ്പോഴും പേടിയാണ് ഒരു ഗൂഗിൾ പേ അയക്കാനോ അല്ലെങ്കിൽ ടെക്നോളജിയുമായിട്ട് ഒന്ന് ബന്ധപ്പെടാൻ ഒരു പേടിയാണ്. കാരണം അവർ അത്രത്തോളം അതിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഞാൻ പറയട്ടെ, ജിടെക്കിന്റെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പേരാണ് മാതൃഭൂമി. അതിന് കാരണമുണ്ട്. ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു സംഭവമാണ്. അതായത് കേരളത്തിൽ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ലിറ്ററസി ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളത് ജിടെക്കും മാതൃഭൂമിയും ചേർന്നിട്ടാണ്. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ പറയായിരുന്നു ഈ ജിടെക് എന്ന് പറയുന്നത് മാതൃഭൂമിന്റെ സ്ഥാപനമാണ് എന്നൊക്കെ. കാരണം അത്രയും ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അത്. കാരണം എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ്. ഇപ്പൊ ഞാൻ ഈ AI കാര്യം പറഞ്ഞതുപോലെ അന്ന് ഈ ആൾക്കാർക്ക് കമ്പ്യൂട്ടറിലേക്ക് വരാൻ ഭയങ്കര പേടിയായിരുന്നു. ഈ മെഷീൻ ഓൺ ആക്കി കഴിഞ്ഞാൽ എന്തോ പൊട്ടിത്തെറിക്കോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഈ സാധാരണക്കാരെ കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പെട്ടെന്നൊരു ആശയം വന്നു. ഞാൻ ഇവിടെ വന്നു, ശ്രേം സാർ അടുത്ത് സംസാരിച്ചു. കാരണം പുള്ളി നമ്മളൊരു മെന്ററാ. പുള്ളിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ടീം വർക്ക് ആക്കി നമ്മൾ വലിയ ക്യാമ്പയിനാണ് ചെയ്തത്. ഓൾമോസ്റ്റ് 50,000 ആൾക്കാരെ കേരളത്തിലുള്ള, അതായത് ഒരു 30 വയസ്സ് 40 വയസ്സിന്റെ മേലുള്ള ആൾക്കാർ ആ സമയം കേട്ടോ. ഞാൻ ടോക്കിംഗ് അബൌട്ട് 94 ആ സമയത്താ. അപ്പൊ ആ സമയത്ത് തന്നെ ഇത്രയും വലിയൊരു ക്യാമ്പയിൻ, അതായത് എല്ലാവർക്കും കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ. അന്നൊരു ഇമെയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അപ്പൊ ഇതില് ആ ഒരു ആഡില് ഹീറോ നമ്മളെ മാമുക്കോയായിരുന്നു. ഫിലിമിൽ അഭിനയിക്കുന്ന കൊമേഡിയൻ മാമുക്കോയനെ അതിൽ കൊണ്ടുവരാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരെ പഠിച്ചു കോമൺ മാനിലേക്ക് എത്താനുള്ള രീതിയിലേക്കാണ് അന്നത്തെ അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു കാലഘട്ടം. ഇനിയുള്ള കാലഘട്ടം എന്ന് വെച്ചാൽ AI കാലഘട്ടം. അടുത്ത ഒരു 10 to 15 to 20 years എന്ന് പറയുന്നത് നമുക്ക് ഒറിജിനൽ എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു സമയമാണ് വരുന്നത്. അല്ല, അപ്പോൾ നമുക്ക് അതിന്റെ വെല്ലുവിളികളുണ്ട്. ഇപ്പൊ ഫാക്ട് ചെക്കിംഗ് ഇവിടെ പറഞ്ഞതുപോലെ ശരിക്കുള്ളത് എന്താണ് ഇല്ലാത്തത് എന്താണെന്ന് സാധാരണ ഒരു മനുഷ്യനും തിരിഞ്ഞോണമെന്നില്ല. ഫാക്ട് ചെക്കിംഗ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സൈബർ സെക്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ ഒന്നും അറിയാതെ സാധാരണ വീട്ടിൽ കള്ളം കയറി കൊള്ളയടിക്കുന്നത് പോലെ നമ്മുടെ ഫോണിലേക്ക് ആക്സസ് ഉള്ള ഒരാൾക്ക് എല്ലാം കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ അഡ്രസ് ചെയ്യുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതിനാൽ നമ്മൾ ഈ സൈബർ സെക്യൂരിറ്റിയിൽ നല്ല കോഴ്സുകളുണ്ട്. ഇപ്പൊ നമുക്ക് ഈവൻ ഒരു ഫോണിലൊക്കെ നമുക്ക് ഒരുപാട് ഇങ്ങനെ പല ഫ്രോഡ് കാര്യങ്ങളും വരും. ഒരു ആ ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദിസ് തിങ് ദാറ്റ് തിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അറിയാത്തവർ എന്താണെന്നറിയോ, എസ്പെഷ്യലി ഇത് സംഭവിക്കുന്നത് ഇപ്പത്തെ ഒരു ഏജിലുള്ളവർക്കല്ല. ഒരു എബവ് ഒരു 40 ആൾക്കാർക്ക് ഇപ്പോൾ ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെയിലൊക്കെ വരുമ്പോൾ അവരിത് എന്തോ സംഭവം പോലെ, ശരിക്കും ഒരു റിയാലിറ്റി പോലെയാണ് അത് കാണുന്നത്. അവർക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താണ്, ഇതിൽ ഫ്രോഡ് ഉണ്ടോ ഇല്ലയെന്നുള്ളത് അവർക്ക് അറിയുന്നില്ല. ഇപ്പൊ ഫോണിൽ തന്നെ ഒരു ലിങ്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനായിട്ടൊരു അവർ സോഫ്റ്റ്വെയർ ചെയ്തതാണ്. നമ്മളെ ഫോണിലുള്ള മുഴുവൻ ഡാറ്റാസും കള്ളന്മാർ കൊണ്ടുപോകും. പണ്ടൊക്കെ നമ്മള് പേഴ്സും നമ്മളെ അലമാരിയൊക്കെ ആയിരുന്നു സൂക്ഷിച്ചത്. ഇന്നിപ്പോ നമ്മള് സൂക്ഷിക്കേണ്ട ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോണാണ്. ഈ ഫോണിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാവും. നമ്മളെ കാർഡുകളുടെ വിവരങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഡാറ്റ, എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും. അതുപോലെ ഇപ്പോൾ നമ്മൾ വാട്സാപ്പിൽ എത്രയും ആൾക്കാരായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വീഡിയോസ് ഷെയർ ചെയ്യുന്നു. ഇതെല്ലാം ഒരു മിനിറ്റ് മതി ഒരാൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ പണ്ട് ഈ ഗൾഫിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ സാധാരണ ഈ മെസ്സഞ്ചറിലൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. അതൊക്കെ ഓർമ്മ ഉണ്ടാവുന്ന വിചാരിക്കണം. ഒരു 15 കൊല്ലം മുന്നേക്കെ MSN മെസ്സഞ്ചറും അങ്ങനത്തെ മെസ്സഞ്ചറിലാണ് നമ്മൾ വീഡിയോ കോള് വീഡിയോ ചാറ്റ് ഒക്കെ ചെയ്യുക. അതൊക്കെ ഒരു ഭയങ്കര സംഭവം. അതൊക്കെ സാധാരണക്കാരന് ഒരു പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു. ഇപ്പൊ ജിടെക്കിന്റെ ഒരു സ്പെഷ്യാലിറ്റിയും അത് തന്നെയാണ്. നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയ സമയത്ത് കമ്പ്യൂട്ടർ എന്താ എന്ന് വിചാരിച്ച് അന്താളിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് നമ്മൾ. ഇപ്പൊ ഞാൻ തന്നെ ഇത് ഫസ്റ്റ് ലോഞ്ച് ചെയ്ത സമയത്ത് എൻ്റെ വളരെ ക്ലോസ് സുഹൃത്തുക്കള്, എൻ്റെ ബന്ധുക്കാരൊക്കെ ചോദിച്ചിരുന്നു. അന്ന് ഞാൻ കുറച്ച് വലുതായിട്ടായിരുന്നു ഇത് തുടങ്ങിയത്. നമ്മൾ ലോഞ്ചിങ് ഇറ്റ് സെൽഫ് വാസ് വെരി ബിഗ്. ഞാൻ പലപ്പോൾ IT ലോഞ്ച് ഓഫ് ദ മില്ലേനിയം എന്നൊരു ക്യാപ്ഷൻ ഇടണം എന്നുണ്ടെങ്കിൽ ദാറ്റ് വാസ് എ ബിഗ് ലോഞ്ച്. എല്ലാ പത്രങ്ങളിലും ഫുൾ പേജ് ആഡ്, ബീച്ചിൽ വലിയ കൊച്ചിയിൽ നിന്ന് മദർ ജെയിൻ എന്ന് പറയുന്ന റോക്ക് ഷോ കൊണ്ടുവന്നിട്ടുള്ള അങ്ങനെയൊക്കെയാണ് തുടങ്ങിയത്. അപ്പൊ അതിന്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് എന്താ ഭ്രാന്താടാ, കാരണം ഇത്രയും പൈസ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്തിനു വേണ്ടിയിട്ടാണ്. പക്ഷെ
somehow, with the grace of Almighty, everything was as per, നമ്മളെ ഒരു പ്ലാൻ പ്രകാരം തന്നെയാണ് പോയത്. അതേ സാധനമാണ് ഐ എം ജസ്റ്റ്, ഒരു റീമേക്ക് എന്ന് പറയില്ലേ, അതാണ് ഇപ്പൊ വാട്ട് ഐ എം ഡൂയിങ് ഓൺ ദ സിൽവർ ജൂബിലി. നമ്മൾ അതിന്റെ ഒരു ക്യാപ്ഷൻ തന്നെ ഫെബ്രുവരി 10 കോഴിക്കോട് ഞെട്ടുന്ന. ഈ ഞെട്ടാനുള്ള എന്താന്നുള്ളത് ആർക്കും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ബിരിയാണി വരെ ഞെട്ടിക്കൽ ബിരിയാണി. അതെ. അപ്പൊ ആ രീതിയിലേക്ക് ഐ ജസ്റ്റ് വോണ്ട് ടു ടേക്ക് ഇറ്റ് ഒരു ലാർജർ സ്കെയിലിലേക്ക് കൊണ്ടുപോകണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ബീയിങ് ദ ഓൺലി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരേ ഒരു സ്ഥാപനം, കേരളത്തിൽ നിന്നുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നമ്മൾ മാത്രം. ഇതൊക്കെ എൻ്റെ ഒരു വലിയ ഡ്രീം ആയിരുന്നു, ഓരോ കാര്യങ്ങളും. പലരും ചോദിക്കും, ഇങ്ങനെ ആഫ്രിക്കയിലും അല്ലെങ്കിൽ അന്റാർട്ടിക്കയിലൊക്കെ പോയിട്ട് ഈ ജിടെക് തുടങ്ങിയിട്ട് അവിടെയൊക്കെ പഠിക്കാൻ കുട്ടികൾ വരുമെന്നുള്ള. എല്ലാ സ്ഥാപനങ്ങളിലും നല്ല സ്റ്റുഡൻറ് സ്ട്രെങ്ത് ആണ്. എവറി ഇയർ ജസ്റ്റ് ഇമാജിൻ 175,000 സ്റ്റുഡൻസ് ഇൻ എ ഇയർ, 365 days ഇസ് നോട്ട് ഒരു ജോക്ക് അല്ല അത്. അത്രയും ആൾക്കാരെ നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങുന്നത് അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ഇവരൊക്കെ പഠിപ്പിച്ച് അവർക്ക് നല്ല ജോലി കിട്ടി. ഇപ്പൊ എനിക്ക് ഏറ്റവും പ്രൗഡ് മൊമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ ഈ പഠിച്ച പിള്ളേരൊക്കെ നല്ല നല്ല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതൊക്കെ എവിടെ പോകുമ്പോഴും എന്നെ അവർ വേഗം ഐഡന്റിഫൈ ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഭയങ്കര കാര്യമാണ്. നല്ല നല്ല സ്ഥാപനങ്ങളിലൊക്കെ നല്ല പോസ്റ്റിൽ, എസ്പെഷ്യലി ഇപ്പൊ നമ്മളിപ്പോ ഒരു UAE അല്ലെങ്കിൽ സൗദി അറേബ്യയിലൊക്കെ പോയിട്ട് ഏത് IT ഉള്ള സ്ഥാപനത്തിൽ പോയാലും അതിന്റെ ഒരു പൊസിഷനിൽ നമ്മളൊരാളുണ്ടാവും. ഭയങ്കര സന്തോഷമാണ്. തീർച്ചയായിട്ടും. പുതിയ കോഴ്സിൽ AI സ്പെസിഫിക് ആയിട്ടുള്ള സ്പെസിഫിക് മൊഡ്യൂൾസ് കോഴ്സുകൾ ഉണ്ടാവുമോ? സാധാരണക്കാരൻ, ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ, അയാൾ AI എന്നൊക്കെ ഇങ്ങനെ പത്രത്തിലും മറ്റുമൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽസ് അറിയില്ല. അപ്പോൾ ഒരു സാധാരണക്കാരനെ AI ട്രെയിൻ ചെയ്യിക്കാനുള്ള കോഴ്സ് ഉണ്ടാവും. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഫ്യൂച്ചർ എക്സ് എന്ന് പറഞ്ഞിട്ടേ, ഏറ്റവും ഇന്ത്യയിലെ ആദ്യത്തെ AI ഏജന്റിക് പ്ലാറ്റ്ഫോമാണ്. അതിൽ സ്കൂൾ കുട്ടികൾ മുതൽ ഇതുപോലെ പ്രൊഫഷണൽസ് മുതൽ അല്ലെങ്കിൽ കോളേജ് ഗോയിങ് ഗ്രാജുവേറ്റ്സിനൊക്കെ പഠിക്കാനുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏകദേശം 8 മോഡ്യൂളുകൾ നമ്മൾ അതിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻഫാക്ട് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ മകൻ തന്നെ അവന് മാസ്റ്റേഴ്സ് ചെയ്യണത്, സ്പെഷ്യലൈസ് ചെയ്യണത് AI-ലും അതേപോലെ ഡാറ്റ അനാലിസിസിലുമാണ്. ഇതൊക്കെ ഒരു അടുത്തൊരു 10-25 വർഷത്തേക്കുള്ള നെക്സ്റ്റ് ജെൻ സാധനങ്ങളാണ്, ജെൻസി സാധനങ്ങളാണ് ഇതൊക്കെ. അതുപോലെ ഇപ്പൊ നമുക്കറിയാം റോബോട്ട്സ്, ഇപ്പൊ നമ്മളെല്ലാ ജിടെക്കിലും റോബോട്ടുകളുണ്ട്. നമ്മൾ ലൈവ് റോബോട്ടിനെ വെച്ചിട്ടാണ് റോബോട്ടിക്സ് പഠിപ്പിക്കുന്നത്. അതുപോലെ ഇപ്പൊ AR, VR, XR ഇതൊക്കെയാണ് പുതിയ ടെക്നോളജി. അപ്പൊ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ അറിയാലോ, ഇപ്പൊ ഒരു ബിൽഡിംഗ് നമ്മൾ ഉണ്ടാക്കി, അതൊക്കെ ഇങ്ങനെ 3D ആനിമേഷനൊക്കെ കണ്ട്. ഇപ്പൊ 3Dയും 4Dയും അല്ല, അതിന്റെ ഒക്കെ മേലൊക്കെ 5D 6D ഒക്കെ ആയി. നമുക്ക് ടച്ച് ചെയ്യാം. ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലാറ്റിന്റെ ഉള്ളിൽ നേരിട്ട് പോയിട്ട് നേരിട്ട് ഓരോന്നും നമ്മളെ TV, നമ്മളെ ഫ്രിഡ്ജൊക്കെ ടച്ച് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ഫീൽ വരെ ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള അഡ്വാൻസ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. പിന്നെ ഗെയിമിംഗ് കോഴ്സുകൾ ഇറ്റ്സ് ഹൈലി ഓൺ ഡിമാൻഡ് എവ്രിവെയർ. നൗ ഐ ടെൽ യു, ഇൻ UAE, ഇൻ സൗദി അറേബ്യ ആൻഡ് ഓൾ, അവിടെ ഈ നല്ല ഗെയിമിംഗ് അറിയുന്ന ആൾക്കാർക്ക് ഗവൺമെന്റ് ഗോൾഡൻ വിസ 10 വർഷത്തേക്ക് റെസിഡൻസി അടക്കം കൊടുക്കുന്നുണ്ട്. ഗെയിമിംഗ് അറിയുന്നവർക്ക് ഭയങ്കര ട്രെൻഡിങ് ആണ്. കാരണം വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ഗെയിംസ് ആർ ഡെവലപ്ഡ് ബൈ ചൈനീസ്. അപ്പൊ ഈ പൈസ മുഴുവൻ ചൈനയിലേക്ക് പോവാണ്. സോ ഇഫ് യു ഹാവ് എ ഇൻ ഹൗസ് ഡെവലപ്പേഴ്സ് ഹു കൻ ഡു ഗുഡ് ഗെയിമിംഗ്. അതെ, നമുക്കിപ്പോ ഒരുപാട് മലയാളി IT എക്സ്പേർട്സ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ സുന്ദർ പിച്ചായെ പോലെ അല്ലെങ്കിൽ സത്യ നദല്ലയെ പോലെ ഒരു ലീഡർ, ഗ്ലോബൽ ലീഡർ കേരളത്തിൽ നിന്ന് ഉണ്ടാവുന്നില്ല. ഇനിയുള്ള കാലത്ത് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. 101%, ഒരു സംശയം വേണ്ട. ഞാൻ പറഞ്ഞ ഇപ്പൊ സുന്ദർ പിച്ചായി ഇന്നുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ ആ സ്പോട്ടിൽ ഒരു മലയാളി വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞ വി ആർ ബ്രില്യൻറ്റ്. ശരിക്കും മലയാളികൾ വി ആർ ബ്രില്യൻറ്റ് പീപ്പിൾ. അത് അവർ പോസിറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വെല്ലാനുള്ള ഒരു കമ്മ്യൂണിറ്റി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഇല്ല. നമ്മൾ വെറുതെ വിചാരിക്കുകയാണ് ബാക്കിയുള്ളവർ സ്മാർട്ട്, നമ്മളാണ് ഏറ്റവും സ്മാർട്ട്. അത് മാത്രമല്ല, ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാലോ. അപ്പോൾ നമ്മൾ ജിടെക് വി സ്റ്റാർട്ടഡ് ഫ്രം കാലിക്കറ്റ്, കോഴിക്കോടും തുടങ്ങി കേരളത്തിലുള്ള എല്ലാ ജില്ലകളും ചെയ്ത് പിന്നെ എനിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. ബിക്കോസ് ഇഫ് യു ക്യാൻ പ്രൂവ് ഇറ്റ് ഇൻ കേരള, യു ക്യാൻ പ്രൂവ് ഇറ്റ് എനിവർ ഇൻ ദ വേൾഡ്. വെരി ഈസി. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഐ യൂസ് ടു ഗോ ഫോർ ഡെലിഗേഷൻസ്. ഇപ്പം ഇന്ത്യൻ്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ കൂടെ പല കൺട്രീസിലും ഞാൻ പൊതുവെ ഈ ഡെലിഗേഷന് പോകാറുണ്ട്. ഈ ഡെലിഗേഷൻ ഈസ് ദ ഐഡിയൽ പ്ലേസ് വേർ യു ക്യാൻ എക്സ്പാൻഡ്. നമുക്ക് ഈ ആഫ്രിക്കയിലും ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ നമുക്ക് ട്രെയിനിങ് സെന്റേഴ്സ് വന്നത് ഈ ഡെലിഗേഷനിലൂടെയാണ്. അപ്പൊ അതിലെന്താ പറയുക, ഈ ബാക്കിയുള്ള കൺട്രീസിലുള്ളവർക്കൊക്കെ ഭയങ്കര കോൺഫിഡൻസാ നമ്മളെ ഇന്ത്യൻസിലും. അല്ലെങ്കിൽ എസ്പെഷ്യലി ടെക്നോളജി എന്ന് പറയുമ്പോൾ ഇന്ത്യൻസ് ആർ ദ ബെസ്റ്റ് എന്ന് പറയാം. അല്ല, ഇപ്പൊ ആഫ്രിക്കയിലെയൊക്കെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ വികസിത രാജ്യങ്ങളിൽ ടെക്നോളജി അതിന്റെ ഒരു സെനത്തിൽ എത്തിക്കഴിഞ്ഞു. വികസ്വര രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ് ഉള്ള ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലൊക്കെ
എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം? അതായത് നമ്മളെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ ഒരു 15-20 വർഷം മുമ്പുള്ള ഒരു സ്റ്റാറ്റസ് ഇല്ലേ, ഉം. അതാണ് ഇപ്പോൾ ആഫ്രിക്ക എന്ന് പറയുന്നത്. ഭയങ്കര ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ്, ഡെവലപ്പിംഗ് ആണ്. ഭയങ്കര ഡെവലപ്പ്. ബിക്കോസ് ദേ ഡു ഹാവ് റിസോഴ്സസ്. ശരിക്കും അവർ റിച്ച് കൺട്രീസ് ആണ് ഈ ആഫ്രിക്ക എന്നൊക്കെ പറയുന്നത്. അവിടുത്തെ ഈ മൈനുകളും ഇതൊന്നും ഈ ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് അവർ അത് യൂട്ടിലൈസ് ചെയ്തിട്ട് ഈ രീതിയിലേക്ക് ഗ്രോ ചെയ്യണത്. അപ്പം അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ ആഫ്രിക്കൻ കൺട്രീസ് ദേ ആർ ലുക്കിംഗ് ഫോർ ഈ പറഞ്ഞ രീതിയിലേക്കുള്ള നമ്മളെപ്പോലുള്ള സ്കിൽ ഡെവലപ്മെന്റ് ബ്രാൻഡുകളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഞാൻ പറഞ്ഞു, കാരണം നെക്സ്റ്റ് വരുന്ന ജനറേഷൻ, കാരണം പഴയ ജനറേഷൻ ആ രീതിയിലേക്ക് പഠിച്ചിട്ടില്ല. പിന്നെ നമ്മൾ പറയുമല്ലോ എപ്പോഴും, ഇപ്പോൾ ആഫ്രിക്കൻസിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് നെൽസൺ മണ്ടേല. അതെ. നെൽസൺ മണ്ടേലന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു വേർഡിങ്സ് ഉണ്ട്, ഇറ്റ് ഈസ് അബൌട്ട് എഡ്യൂക്കേഷൻ. മൂപ്പർ പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ചേഞ്ച് ദ വേൾഡ്. കറക്റ്റ്. മനസ്സിലായില്ല, ഒരു AK-47 അല്ല അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു കോണ്ടിനെന്റിന്, ദ ഹോൾ കോണ്ടിനെന്റിന് തന്നെ ആ രീതിയിലേക്കുള്ള ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള. അപ്പൊ അതുകൊണ്ട് ഇപ്പം റീസെന്റ് ആഫ്രിക്ക ഇസ് ഗ്രോയിങ് ലൈക്ക് എനിത്തിങ്. ഈ സ്കിൽ ഡെവലപ്മെന്റിലൊക്കെ അവർ നന്നായിട്ട് ഗവൺമെന്റ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. വി ഗോട്ട് ലോട്ട് ഓഫ് പ്രോജക്ട്സ് ഫ്രം ദ ഗവൺമെന്റ് ഇറ്റ്സെൽഫ്. ഓക്കെ. ഇപ്പോൾ പുതിയ തലമുറയെ സംബന്ധിച്ച് പഴയതുപോലെ സ്ട്രഗിൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതിനേക്കാളും എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടത് എക്സ്പീരിയൻസ് കൂടിയാണ്. എന്താണ് ജിടെക്കിന് ഓഫർ ചെയ്യാനുള്ളത്? പഴയ തലമുറ ഇപ്പോഴത്തെ തലമുറയും നമ്മളുടെ വ്യത്യാസം എന്ന് വെച്ചാൽ, നമ്മൾ പഴയ തലമുറയിലുള്ള ആൾക്ക് ഹാർഡ് വർക്കേഴ്സ് ആയിരുന്നു. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭയങ്കര കഷ്ടപ്പെട്ട് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഒക്കെ ചെയ്യുന്നതാണ്. പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് സ്മാർട്ട് വർക്കാണ്. ബിക്കോസ് ദേ വർക്ക് വെരി, കുറച്ച് സമയം അവർ വർക്ക് ചെയ്യുള്ളൂ, പക്ഷേ ഇറ്റ് ഷുഡ് ബി സ്മാർട്ട് വർക്ക്. ഞാൻ പറഞ്ഞ ഈ മൊബൈലിൻ്റെ കണ്ടുപിടുത്തം, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നോക്കി കഴിഞ്ഞാൽ ദേ ഓൾ കം ഫ്രം IT ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള, ബിൽ ഗേറ്റ്സ് ആവട്ടെ, സക്കർബർഗ് ആവട്ടെ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ സ്മാർട്ട് വർക്കാണ്. ഒരാൾ എത്രയോ വർഷങ്ങൾ മെനക്കെട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ഈ ഒരു ചെറിയ സ്മാർട്ട് വർക്കിലൂടെ സെക്കൻഡുകൾ കൊണ്ട് ഉണ്ടാക്കുന്നത്. അതാണ് ആ വ്യത്യാസം. അപ്പം നമുക്കറിയാലോ, ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ട് ലോകം മുഴുവൻ സ്ഥാപനങ്ങളിലുള്ള പല ആൾക്കാരുണ്ട്. ഇവർ വർഷങ്ങളോളം എടുത്ത് ചെയ്യുന്ന സാധനങ്ങളാണ് ഒരു 2 മാസം കൊണ്ട് 2 കൊല്ലം കൊണ്ടൊക്കെ പുതിയ പുതിയ ഇനീഷ്യേറ്റീവിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് സ്മാർട്ട് വർക്കിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ പുതിയ ജനറേഷൻ സ്മാർട്ടാണ്. അവർക്ക് സ്മാർട്ട് ആവാനുള്ള എല്ലാ സാധനങ്ങളും നമ്മളെ ജിടെക്കിൽ എന്തായാലും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ജിടെക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവരെ റിസീവ് ചെയ്യുന്ന തന്നെ ഒരു റോബോട്ടാണ്. വി ഹാവ് അവർ ഇൻ ഹൗസ് ഉണ്ടാക്കിയിട്ടുള്ള ഗ്ലോറിയ എന്ന് പറഞ്ഞുള്ള റോബോട്ട് ഉണ്ട്. റോബോട്ടാണ് വെൽക്കം ചെയ്യുക എല്ലാ ജിടെക്കിലും. അപ്പോൾ ആ രീതിയിലൊക്കെ ഏറ്റവും പുതിയ ടെക്നോളജിനെ അഡോപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ. ജിടെക് ട്രെയിനിങ്ങിന് വേണ്ടി വലിയ തോതിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ റിസർച്ചിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ഇനിയിപ്പോൾ അതും കൂടി ആവശ്യമുണ്ടല്ലോ. ഉറപ്പാണ്. കാരണം ഈ റിസർച്ച് ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ നമ്മളൊരു പുതിയ കൺട്രിയിൽ പോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു കൺട്രീനെ പറ്റി നല്ല റിസർച്ച് ചെയ്യും പൊതുവേ. എന്നിട്ട് കാരണം അവിടെ എന്തൊക്കെയാണ് കോഴ്സുകൾ പോവുക, എല്ലാ സ്ഥലത്തും എല്ലാം കൊണ്ടുപോയിട്ട് നമുക്ക് ചിലവാക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ദോശ നമുക്ക് ഇഷ്ടമാണ്, അതെന്ന് ചോദിച്ചാൽ എല്ലാ രാജ്യത്തും കൊണ്ടുപോയി ദോശ വെക്കാൻ പറ്റുമോ? അപ്പോൾ ഓരോ രാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ട്, അപ്പോൾ അതിൻ്റെ മുകളിൽ റിസർച്ച് ആവശ്യമാണ്. അതിനൊരു റിസർച്ച് ടീം നമുക്കുണ്ട്. പ്ലസ് ഓരോ ടൈമിലും ടെക്നോളജി മാറും. ആ ടെക്നോളജിന് മേലെയും നമുക്ക് നല്ലൊരു R&D ടീമുണ്ട്. കാരണം ഇപ്പോൾ ഒരു കോഴ്സ് നമ്മൾ വെറുതെ കൊണ്ട് ഇറക്കിക്കൊണ്ട് കാര്യമില്ല. ആ കോഴ്സിന് വ്യക്തമായ കരിക്കുലം ഉണ്ടാവണം, അതിന് കൃത്യമായിട്ടുള്ള അക്കാഡമിയ ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം, എല്ലാം റിലേറ്റഡ്. അപ്പം ഞാൻ ഇൻവെസ്റ്റ് സംവാട്ട് ഗുഡ് ഓൺ ദിസ് R&D ടീമിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അത് ടെക്നോളജിക്കൽ ഫ്രണ്ടിലുള്ള റിസർച്ചാണ്. യെസ്. ഒപ്പം 4 നൂറ്റാണ്ട് മുമ്പ് വലിയ തോതിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഇനോഗ്രേഷനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഞെട്ടിക്കെന്ന് പറഞ്ഞു 25 കൊല്ലം കഴിയുമ്പോൾ എന്താണ് ഈ ഞെട്ടിക്കൽ? എങ്ങനെയാണ് ഞെട്ടിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒന്ന് നമ്മളൊരു ജിടെക്കിന്റെ നമ്മളെ ന്യൂ ഫേസ് ഓഫ് ജിടെക് എന്നുള്ള രീതിയിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് ദിസ് ഈ ഒരു 25th ആനിവേഴ്സറിന്റെ ക്യാമ്പയിൻ തുടങ്ങിയിട്ട് കുറച്ച് സമയം, ഒരു 3-ാം മാസത്തിലേക്കാണ്. കാരണം നമ്മൾ എൻറ്റയർ കേരളത്തിൽ ഏകദേശം 233 ജിടെക് ഉണ്ട്, 233. യു ഗോ ടു എനി A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് ടൗൺ, വി വിൽ ബി ദ ബെസ്റ്റ് സെന്റർ. അത് ഗ്യാരണ്ടി, എഴുതി ഒപ്പിട്ട് തരും. ഏത് ടൗണിൽ പോയാലും അവിടുത്തെ ഏറ്റവും നല്ല സ്കിൽ ഡെവലപ്മെന്റ് ബ്രാൻഡ് എന്ന് പറയുന്നത് ജിടെക് ആണ്. കാരണം ആ രീതിയിലാണ് ഞാൻ അതിനെങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ നവംബർ 1 ട്രിവാൻഡ്രത്ത് നിന്ന് കേരളപ്പിറവിൻ്റെ അന്ന് നമ്മളൊരു റോഡ് ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ 100 ദിവസം പിന്നിട്ട് കോഴിക്കോടാണ് ഫെബ്രുവരി 10 എൻഡ് ചെയ്യുക. മനസ്സിലായില്ല, അങ്ങനെ ഒരു സാധനം അതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഞെട്ടിക്കുന്ന സാധനം ഇപ്പോൾ പറഞ്ഞാൽ അതിന്റെ സസ്പെൻസ് പോയി പോകും. അതേപോലെ നമുക്ക് വി ഹാവ് സം ഗുഡ് നൈസ് സെലിബ്രിറ്റീസ് ദർ, അതുണ്ടാവും. പ്ലസ് അതിനോടൊപ്പം ഇതുവരെ കോഴിക്കോട് കാണാത്ത ഒരു സാധനം, യു ക്യാൻ സേ ഫസ്റ്റ് ടൈം ഇൻ കോഴിക്കോട് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കലിന്റെ അത്, കാരണം ഇപ്പൊ നമ്മളിപ്പോ സ്വപ്നം കാണാൻ പോണ സാധനം ആദ്യം തന്നെ കണ്ടാൽ സർപ്രൈസ് പോകും. അതെ, ലെറ്റ് ഇറ്റ് ബി എ സർപ്രൈസ്. ഓക്കെ, ഇവന്റിന്റെ കാര്യത്തിലെ ഞെട്ടിക്കൽ പോലെ തന്നെ കോഴ്സുകളുടെ കാര്യത്തിലും ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ പരിപാടികളുടെ കാര്യത്തിലും എല്ലാം ഞെട്ടിക്കും ഉറപ്പാണ്. കാരണം ഞാൻ പറഞ്ഞ, ഞാൻ എൻ്റെ ഏറ്റവും വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ 2 മക്കളും എൻ്റെ കൂടെ ഉണ്ട്. ബോത്ത് ഓഫ് ദം ആർ വിത്ത് മീ. അപ്പോൾ അത് രണ്ടാളും 2 ഡിവിഷനും ഒക്കെ നോക്കി അവർ വളരെ പാഷനേറ്റ്. ഇപ്പം ഞാൻ ബേസിക്കലി ഞാൻ എല്ലാവരുടെ അടുത്തും പറയാം, ഐ എം എ പാഷനേറ്റ് എഡ്യൂക്കേറ്റർ. കാരണം ബൈ ദ ഗ്രേസ് ഓഫ് ഓൾമൈറ്റി നമുക്ക് നല്ലൊരു ഫാമിലി ബേസിലാണ് ഞാൻ ജനിച്ചു വന്നത്. ഐ എം എ ബ്ലസ്ഡ് മാൻ ബേസിക്കലി. ജനനം തന്നെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു പാരൻസ്, നല്ലൊരു ഫാമിലിയിൽ ജനിച്ചു, അതൊക്കെ ഒരു സംഭവമാണ്. നല്ല വിദ്യാഭ്യാസം കിട്ടി. ഐ ഡിഡ് ഓൾ മൈ എഡ്യൂക്കേഷൻ ഇൻ ചെന്നൈ. ഇതൊക്കെ നമുക്ക് ഒരു ബ്ലെസ്സിങ് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതേപോലെ ഐ ഹോപ്പ് ദാറ്റ് ബ്ലെസ്സിങ് ഷുഡ് ബി ഗോൺ ടു മൈ കിഡ്സ് ഓൾസോ. മക്കളിലേക്കും അത് വരുന്ന സമയത്ത് ഇതല്ലേ. അപ്പം നമുക്ക് ഫാമിലി എന്നുള്ളൊരു സപ്പോർട്ടാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ 25 വർഷം ഇത്രയും രാജ്യങ്ങൾ, ഇത്രയും യാത്രകൾ, ഇത്രയും കുട്ടികളെ പഠിക്കുക, ഇതൊക്കെ ഭയങ്കര ഒരു ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ആ ബ്ലെസ്സിങ് മക്കളിലേക്കും കൂടി എത്തണം എന്നുള്ളതാണ് പ്രാർത്ഥന. അതോടൊപ്പം തന്നെ ഞാൻ പലപ്പോൾ എൻ്റെ വൈഫുണ്ട്, ഭയങ്കര ഒരു എനർജിയും സപ്പോർട്ടും ഉള്ള ആളാണ്. അപ്പോൾ അതാണ്, ഐ ഷുഡ് താങ്ക് മൈ വൈഫ്, ഐ ഷുഡ് താങ്ക് മൈ കിഡ്സ്. അവർക്കൊക്കെ ചെറുപ്പത്തിൽ എപ്പോഴും അവർ പറയും, എന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞ ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. ഐ വാസ് ഫുള്ളി ഇൻ ടു എക്സ്പാൻഷൻ, ലോട്ട് ഓഫ് ട്രാവലിംഗ്. ആൻഡ് എനിക്ക് ഈ പബ്ലിക് റിലേഷൻ ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലായില്ല, എല്ലാവരായിട്ടും പുതിയ ആൾക്കാരൊക്കെ കാണുമ്പോൾ ഒക്കെ സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബേസിക്കലി ഐ എം എ ടോക്കറ്റീവ് പേഴ്സൺ. അങ്ങനെ ഞാൻ പറഞ്ഞ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഇന്റർവ്യൂ 4 ദിവസം വെച്ചാൽ 4 ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞ, നമ്മളെ ഒരു ഗ്രോത്തിൽ നമ്മളെ കൂടെ നിന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ ഫാമിലി, ഫ്രണ്ട്സ്, പാട്രൺസ്. ഇപ്പോൾ നമുക്ക് ശ്രേയം സാറെ പോലെയുള്ള നമ്മളെ മെൻറ്റേഴ്സ്, കുറേ മെൻറ്റേഴ്സ് ഉണ്ട് എനിക്ക്. വളരെ, ഞാൻ എപ്പോഴും അവരെ പേരെടുത്ത് തന്നെ പറയും. ഇപ്പം കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആസാദ് മൂപ്പൻ, അതുപോലെ മലബാർ അഹമ്മദ് ഖാ, ഇതൊക്കെ ഞാൻ അങ്ങനെ ഓപ്പണായിട്ട് പറയുന്ന നമ്മളെ മെൻറ്റേഴ്സാണ്. അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു നമ്മളെ മെഡിമിക്സിൻ്റെ അനൂപേട്ടൻ. ഇതൊക്കെ നമ്മളെ ഒരു മെൻറ്റേഴ്സാണ്. ഇവരൊക്കെ നമ്മളിതിൽ ഒരു റോളും ഉണ്ട്. ഇപ്പോൾ ആസാദ് മൂപ്പനായിരുന്നു ദുബായ് സെൻറ്റർ ഇനാഗുറേഷൻ ചെയ്തത്. മലബാർ അഹമ്മദ് ഖാ ആയിരുന്നു നമ്മളെ ഒരു ജെൻ സ്മാർട്ട് അക്കാഡമി എന്ന് പറഞ്ഞ ഡിവിഷൻ ലോഞ്ച് ചെയ്തത്. അനൂപേട്ടനായിരുന്നു ഞാൻ ചെന്നൈയിൽ 25 ബ്രാഞ്ച് ഒന്നിച്ച ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അന്ന് ആര്യ സിനിമാ നടൻ സ്റ്റാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അനൂപേട്ടനായിരുന്നു ചീഫ് ഗസ്റ്റ്. അപ്പോൾ ഇതൊക്കെ നല്ല ഭാഗ്യമുള്ള ആൾക്കാരാണ്. നമുക്ക് ലൈഫിൽ തന്നെ ഒരു മെൻറ്റേഴ്സ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നല്ല ഫ്രണ്ട്സ്, നല്ല എന്താ പറയുക വൈബുള്ള ഫ്രണ്ട്സാണ് എൻ്റെതൊക്കെ. കാരണം ഇപ്പോൾ എല്ലാം നല്ല പവർഫുൾ ആണ്, അവരൊക്കെ നല്ല എനർജിയാണ്. ഇതൊക്കെ ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ദൈവത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ് കിട്ടിയിട്ടുണ്ട്. അതിനാദ്യം ദൈവത്തിനോട് നന്ദി പറയാണ്. നല്ലൊരു കമ്മ്യൂണിറ്റി നമ്മളെ കൂടെ. ഇപ്പം ഞാൻ പറഞ്ഞ മാതൃഭൂമി ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അപ്പം അന്നൊക്കെ ഉണ്ടായിരുന്ന ഓരോരുത്തരെയും പേര്, ഇപ്പം നാരായൺ സാർ മുതൽ JK മുതൽ എല്ലാ ആൾക്കാരെയും ഇപ്പോഴും വളരെ ക്ലോസ് ആണ്. അന്ന് നമ്മൾ ആ ചെയ്ത ഒരു പ്രൊജക്റ്റിന്. അപ്പം അത് വളരെ സന്തോഷമുണ്ട്. 25 വർഷം, ഇനി അടുത്തൊരു നെക്സ്റ്റ് 25 ഇയേഴ്സ് ഇതിനേക്കാളും അഗ്രസീവായിട്ട്, ഇതിനേക്കാളും വൈബ്രൻ്റ് ആയിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി വി ഹാവ് സം പ്രൊജക്ഷൻസ് ഫോർ ദ നെക്സ്റ്റ് ഇയർ. 2026 നമ്മൾ 1000 സെന്ററുകൾ എന്നുള്ള ഈ വർഷം 1000 ക്രോസ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. പ്ലസ് ഈ ട്രെയിനിങ് സെന്റേഴ്സിന്റെ കൂടെ തന്നെ ഏകദേശം 300ഓളം കേരളത്തിലുള്ളയും തമിഴ്നാട്ടിലൊക്കെ ഉള്ള കോളേജുകളിൽ നമ്മൾ കോഴ്സ് നടത്തുന്നുണ്ട്. 300ന്റെ അടുത്ത്. ദാറ്റ് ഈസ് വൈ ദിസ് നമ്പർ കംസ് ഇൻ എ ബിഗ് വേ. 300ഓളം കോളേജുകളിൽ നമ്മൾ വി ആർ ഗിവിംഗ് ആഡ് ഓൺ കോഴ്സസ്. ഇപ്പം നമ്മളിപ്പോൾ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അപ്പോൾ BCom, ഒരു BCom പഠിച്ചു വന്നിട്ട് അവർക്ക് വാട്ട് ദേ കൻ ഡു ഒന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ ആ BComന്റെ കൂടെ ഒരു ടാലിയോ, ഒരു സോഹോ, ഒരു SAP ഒക്കെ പഠിച്ചാൽ ഡിഗ്രി കഴിഞ്ഞ് വരുമ്പം തന്നെ അവർക്ക് എന്ത് ചെയ്യാം, നേരെ ഒരു ജോലിക്ക് പോവാം. ദിസ് ഈസ് വാട്ട് സ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈവൻ ഗവൺമെൻറ് ഓൾസോ ഹാസ് ടേക്കൺ ഇനീഷ്യേറ്റീവ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡിഗ്രി 4 ഇയേഴ്സ് ആക്കിയിട്ടുണ്ട്. ഒരു വർഷം ഫുള്ള് സ്കില്ല് പഠിക്കണം. സ്കില്ല് പഠിച്ച് ക്രെഡിറ്റ്സ് ഒക്കെ കിട്ടി ആ സ്കില്ല് വെച്ച് നേരെ ഒരു ജോലിക്ക് പോകണം എന്നുള്ളതാണ് ഗവൺമെന്റിന്. അപ്പൊ അതിനൊക്കെ ഉള്ള നമ്മൾ ഫുള്ളി എക്യുപ്ഡ് ആണ്. GTech ഫുള്ളി എക്യുപ്ഡ് ആണ്. അപ്പോൾ 50ാമത്തെ വർഷത്തിൽ ഇതിനേക്കാൾ ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് അഭിലാഷ്. താങ്ക് യു.